ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. കണ്ടോ, ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. ഇപ്പോൾ ഇതിൻ്റെ നവീകരണ പ്രവർത്തനമൊക്കെ ഒന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എന്താണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. കണ്ടോ, വെള്ളമൊക്കെ ഇപ്പോൾ കുറവാണ്, ചെറുതായിട്ടാണ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നവീകരണ പ്രവർത്തനം ആദ്യം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കല്ലെല്ലാം കെട്ടി, ഇതാണ് ആ കുഴൽ. എത്ര വർഷങ്ങൾ പഴക്കമുള്ള പാലമെന്ന് ഓർത്ത് നോക്കുക. ഇപ്പോൾ ഇത് നവീകരണ പ്രവർത്തനം ആരംഭിച്ച പിന്നെ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി അവിടുത്തെ പണി നടക്കാനാണ് ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്താണോ ഇത്രയും കല്ല്, ഇതൊക്കെ കെട്ടാൻ കിടക്കുന്നതാണ്. എന്താണോ എന്ത് ഏരിയയിലാണ് ആ കെട്ട് വരുന്നതെന്ന് കണ്ടു നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതുണ്ടോ എന്ത് രസമെന്ന് എനിക്ക്. ഇതാണ് കെട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ അകത്തേക്ക് പോകാം. ഇവിടെ മുഴുവൻ പൊടിയായിട്ട് കിടക്കുന്നു, ഒരു രക്ഷയില്ല. എന്തുമാത്രം പൊക്കത്തിലായി കെട്ടി വരുന്ന നോക്കിയേ. ഇതുണ്ടോ ഇപ്പം തന്നെ 1 2 3 ഒരു ഭാഗം കെട്ടിയിട്ട് അതിൻ്റെ കോൺക്രീറ്റ്, രണ്ടാമത്തെ ഭാഗം കെട്ടി അത് കോൺക്രീറ്റ്, മൂന്നാമത്തെ ഭാഗം കെട്ടി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാലം. നോക്കി എത്ര മീറ്റർ ദൂരത്തിലാണ് കിടക്കുന്നത് നോക്കിയാൽ. അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. ആ മുഴുവൻ പൊടി, ഒരു രക്ഷയില്ല, കാല് മുഴുവൻ പൊടിയായി. അപ്പോൾ മൺപാലം എന്നുള്ള അത് മാറി കെട്ടും. കാരണം ചിലപ്പോൾ കട്ടെല്ലാം വന്ന് കല്ല് കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ പ്രശസ്തി മാറും. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് മൺപാലത്തിലേക്കുള്ള പോയിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് എൻ്റെ വീട്. ഇതിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ 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 അങ്ങനെ നമ്മൾ മൺപാലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വഴികളൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്കിലും ഇന്ന് കൂടുതൽ വ്യക്തമായിട്ട് എടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ. ഇതോ ഓരോ എന്താ പറയുക ഓരോ ലെയർ പോലെ ഇത് ഇത്ര ഭാഗമാണ്. ഇതുണ്ടോ ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് ആദ്യ ഭാഗം കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. രണ്ടാമത് അങ്ങനെ മാറി, അങ്ങനെ കുറേ ഭാഗമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇതാണ് എന്തോ അല്ലേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, പണ്ടത്തേക്ക് ആ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അതുമാത്രം എന്താ പറയുന്നത് അത്രയ്ക്കും ഉറപ്പും എല്ലാം കരുത്തുള്ള നിർമ്മിതികളായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല പണ്ടത്തെ ആയാലും നിർമ്മിതി. ഇതാണ് ആ ഭാഗം. ഇത്രയും വലിയ കുഴലാണെന്നുണ്ടോ, വാ ഒരു രക്ഷയില്ല. എന്താണ് അങ്ങോട്ട് നോക്കുമ്പോൾ ഇത്ര നല്ല അത്യാവശ്യം ഇതാണ് വെള്ളം ഒഴുകുന്നുണ്ടോ, ഇതാണ് വെള്ളം ഒഴുകുന്നത്. ഇപ്പം നല്ല ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഏകദേശം നല്ല ഇതിനകത്ത് പോകും, നല്ല ഇരുട്ടാണ്. നോക്കി കണ്ണ് നടന്നിട്ട് ചിലപ്പോൾ ഇതിനകത്ത് പാമ്പൊക്കെ കാണും. ഇതുണ്ടോ ഉണ്ടാത്തത് ഇങ്ങനെ. അയ്യോ, ഇച്ചിരി വൈകി പോയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇതാണ് അതിമനോഹരമായി എന്താ പറയുന്നത്, നല്ല രസമല്ല ഇവിടെ കാണാൻ. ഗ്യാസ് അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഈ സൈഡും കെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതുണ്ടോ ഇതെല്ലാം JCB കൊണ്ട് മാന്തി ഇവിടെ എല്ലാം കെട്ടി വരുന്നതാണ്. എത്ര വർഷം പഴക്കമുള്ള ആ നിർമ്മിതിയാന്ന് നോക്കാം. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. ഇനി കണ്ടില്ലെന്നും ആരും പറഞ്ഞേക്കരുത്, കാണാത്തവർക്ക് വെച്ച് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഇതിവിടെ മുഴുവൻ കെട്ടുവരാൻ കിടക്കുന്ന കണ്ടോ. ഇതുണ്ടോ ഇവിടെ എല്ലാം കെട്ടുവരാൻ കിടക്കുന്നതാണ്. ഏകദേശം ഒരു 50 അടി പൊക്കവിൽ ഏറ്റവും കുറഞ്ഞ് കാണും. കണ്ടോ ഇത്രയും ഭാഗം ഇനി പൊങ്ങി കെട്ടുവരാനുള്ളതാണ്. ഇവിടെ എല്ലാം കമ്പിയെല്ലാം വാർത്ത് വെച്ചേക്കുന്നുണ്ടോ. ഇതുണ്ടോ ഈ കമ്പിയെല്ലാം കൂടെ വാർത്ത് വെച്ചേക്കാണ്. വാർത്ത് വെച്ചേക്കുന്നല്ല, കമ്പിയെല്ലാം കൂടെ കെട്ടി ഇത് വാർക്കാൻ വേണ്ടിയുള്ള റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. മൺപാലം എന്നുള്ളതെല്ലാം ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കെട്ടെല്ലാം കഴിയുമ്പോഴത്തേക്ക് മൺപാലം എന്നുള്ള ഇതങ്ങ് മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ. വെള്ളം കയറി കിടക്കുന്നതാണ്, ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. ഈ പാടത്തിൻ്റെ മുകളിലേക്കുണ്ടോ, ഇതിനെല്ലാം ഈ റൗണ്ട് കണ്ടോ, അതിൻ്റെ മുകളിലെല്ലാം വെള്ളം കയറുന്നതാണ്. ഇത് ഈ ഭാഗം എല്ലാം ഫുള്ളായിട്ട് വെള്ളം കയറുന്നതാണ്. ഇതാണ് വാട്ടർ ലെവൽ. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ഇങ്ങനെ തന്നെ ഉണ്ടോ. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. കാണാത്തവർക്കായി ഒരു രക്ഷയിലുണ്ട്. നോക്കിയാൽ ഉണ്ടോ, ഒരു എന്താ രസം അല്ലേ. നോക്കിയാൽ പഴയ എന്ത് രസം നോക്കിയാൽ കെട്ടി കണ്ടോ, ഇത് അടിക്ക വെച്ചേക്കുന്ന പോലെ. നോക്കി
നോക്കി ഇത് കെട്ടിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചത് ഇവിടെ മിക്കപ്പോഴും വരുന്നുണ്ട്, എങ്കിൽ പോലും ശ്രദ്ധിച്ചാണല്ലോ ഇപ്പോഴാണ്. നോക്കി ഈ കെട്ടിയുണ്ടോ, ഇതുണ്ടോ? ഓ എനിക്ക് അടുക്കി വെച്ചേക്കുന്ന പോലെ ഇതുണ്ടോ, ഇതുണ്ടോ അകത്ത് മാറി കാണിക്കാം. ഇതാണോ എന്നെ രസമല്ലേ? അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പണി എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം എന്താ പറയുന്നത് അല്ലേ? അവിടെ എല്ലാം പുല്ല് കയറി കിടക്കുന്നതാണ് എങ്കിൽ പോലും അല്ലേ. പഴയ കാലത്തെ പണിയൊക്കെ സമ്മതിക്കാം, കാരണം അന്നത്തെ ആ എൻജിനീയറിങ് വർക്കൊക്കെ സമ്മതിച്ചേ പറ്റൂ, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വരുന്ന സമയം നമ്മൾ കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ നമ്മളിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ അല്ല, സോറി, റെഡ്മി നോട്ട് 10 പ്രോയിലാണ്. ഒരു ഐഫോൺ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഐഫോണായിട്ട് കാണാം. പറയാം കണ്ടോ, രസമല്ലേ? അപ്പം നമ്മളിങ്ങനെ ബ്ലോഗ് ചെയ്തൊക്കെ എന്താ പറയുക പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുകിട്ടുമ്പോൾ ക്ഷമിക്കുക. കൂടാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നോക്കി എന്താണ് ഇന്നത്തെ കാലത്താണ് ഇങ്ങനെയൊക്കെ അല്ലേ പണി നടക്കുമോ? ഇന്നത്തെ കാലത്താണെങ്കിൽ 1000 രൂപ മുടക്കുവാണ്, 500 രൂപ കോൺട്രാക്ടർ മേടിച്ചുകൊണ്ട് പോകും. ശരിയല്ലേ? എത്ര വർഷം പഴക്കമുള്ള വന്നിരിക്കുന്നത്, നല്ല എക്കോ അല്ലേ? ഇപ്പം ഞാൻ ഏകദേശം കാണിച്ചെങ്കിലും മണ്ടത്തെ ഇതാണ്. പിന്നെ മുകൾ ഭാഗം കണ്ടോ, അത്യാവശ്യം അവിടെയൊക്കെ ചെറിയ വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്രമാത്രം വണ്ടികളൊക്കെ പോകുന്നു. ആ സമയത്തെ പണിയെന്നൊക്കെ പറയാൻ സമ്മതിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും കഴിവും എന്താ പറയുക, അത്രയ്ക്കും അവർ തലകൾ ഉപയോഗിച്ചുള്ള പണികളാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് അഴിമതി അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒരു രക്ഷയില്ലടോ. അയ്യോ മുഴി ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. തിരിച്ച് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ചെറിയ വെള്ളം, ഇതിനകത്ത് ഫുള്ള് വെള്ളം വരുന്നത്. അപ്പോൾ എന്ത് വെള്ളം വന്നിങ്ങനെ ചിന്തിച്ച്, ഇതിനകത്ത് സിമ്പിളായിട്ട് ഒരു ലോറിയല്ലേ, ഒരു ടിപ്പറൊക്കെ സിമ്പിളായിട്ട് കയറി സിമ്പിളായിട്ട് ഇറങ്ങിപ്പോൾ അത്രയ്ക്കും വലിയൊരു എന്താണ് കുഴലാണ് കണ്ടോ. അപ്പോൾ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. കാണാത്തവർക്കായി നമ്മൾ ജസ്റ്റ് ഒരു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എടുത്തുന്നുള്ളൂ. അവിടെടാ അടിപൊളി ആകാശമെല്ലാം കൂടെ, ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറുന്നതാണ്. ഇപ്പോൾ എല്ലാം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഒടുക്കത്തെ ചൂടായതുകൊണ്ടേ വെള്ളമൊക്കെ പടപടാന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് നടത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കുഞ്ഞു ചാനൽ നമുക്ക്